ഹേയ് ഗായ്സ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഈ അന്ധകാരത്തിൽ നിന്ന് ഇൻട്രോ എടുക്കുന്നത്. കാരണം ഗൈസ്, ഇവിടെ ഇരുട്ടി രാത്രി 7:30 മണിയായി. ഇന്ന് ഇരുന്നിട്ട് കുറച്ച് കണ്ടന്റ് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഗൈസ്. ഇന്ന് ഞാൻ എറണാകുളത്തേക്ക്, ഞാനല്ല ഗൈസ്, ഞങ്ങൾ എറണാകുളത്തേക്ക് പോവാണ് ഗൈസ്. സന്ദീപ് ഇല്ലാത്ത വളരെ ഒരു നീണ്ട കാലത്തിന് ശേഷമുള്ള ഞാൻ തന്നെ അവ ഇല്ലാതെ ഏഞ്ചൽ ഓടിച്ച് എറണാകുളത്ത് പോയിട്ട് വർഷങ്ങൾ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ സാഹചര്യത്തിൽ അവനെ ഞാൻ മിസ് ചെയ്യൂല. പക്ഷെ എന്നാലും അവ എന്നും മരണമല്ലേ എൻ്റെ കൂടെ. ബാ. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനായിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് മെയിൻ ബാഗുകളൊക്കെ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാത്ത 2 സാധനങ്ങൾ. ഒന്ന്, ബിബിൻ ബ്രോ എനിക്ക് തന്ന വെഡിങ്ങിന് തന്ന ഗിഫ്റ്റ്. ഇത് നോക്ക് ഗൈസ്, ഇതാണ് ബിബിൻ ബ്രോ എനിക്ക് തന്ന സ്റ്റഡ്. അപ്പൊ ഇത് ഞാൻ ഇടാം. ഇപ്പൊ തൽക്കാലം എന്റെ ചെവിയിൽ ഇരട്ട സ്റ്റഡുകൾ കിടക്കുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെ വീട്ടിൽ കൊടുത്തേക്കാം. ബട്ട് താങ്ക് യു സോ മച്ച് ബിബിൻ ബ്രോ. അത് കിണ്ണ സാധനം. എന്റെ അടുത്ത് സൂര്യന്റെ, അത് നിന്റെ പേര് കാർത്തിക് സൂര്യ ആയതുകൊണ്ട് സൂര്യനെ പോലെ ഡിസൈനിൽ വരുന്ന ഒരു സ്റ്റഡ് കണ്ടുപിടിച്ചതെന്നാണ് ബിബിൻ ബ്രോ പറഞ്ഞത്. അപ്പോൾ ലവ് യു ബിബിൻ ബ്രോ, താങ്ക് യു. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇത് നമുക്ക് പാക്കേജിൽ വന്നൊരു സാധനമാണ്. ഇത് നമുക്ക് പൊട്ടിച്ചു നോക്കാം. പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞ് അൺബോക്സിങ്. ഇതാണ് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെയാണ് കാർത്തിക് സൂര്യ പ്രൊഡക്ഷനിലോട്ടാണ് വന്നത്. ഇത് കണ്ടോ, ഡേ ടു ഡ്രീം എഴുതിയിട്ടുണ്ട്. ലൂഫിയുടെ ഒരു ഇത് ആക്ച്വലി ഇത് എന്റെ സ്റ്റിക്കറാണ് ഗൈസ്. ഇത് എന്റെ സ്റ്റിക്കറാണ്. അതായത് ഞാൻ ഒരു സ്റ്റിക്കർ പാക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതിനകത്ത് നിന്നുള്ള സാധനമാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. നല്ല സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്തേക്കുന്ന കേട്ടോ. എന്താ മുത്തേ, ഇത് ആരയച്ചു തന്നേക്കുന്നത് ഒന്നും അറിയില്ലല്ലോ. ഡേ ടു ഡ്രീം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഏതോ കട്ട ചങ്ക് സബ്സ്ക്രൈബർ ആണ് ഗൈസ്. ഡേ ടു ഡ്രീം മോട്ടോ ഫോളോ ചെയ്യുന്നവർക്കെല്ലാം ഉണ്ടല്ലോ ഒരു പ്രത്യേക വൈബാണ്. അത് അവരെ കണ്ടിട്ടുള്ള അവരെ ഞാൻ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും കാണുന്നില്ല. പക്ഷെ ഡേ ടു ഡ്രീം എന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ തരുന്നവർ എനിക്കറിയാം. അവർ ശരിക്കും എൻ്റെ ലൈഫ് മോട്ടോ മനസ്സിലാക്കിയിട്ട് വന്ന് സംസാരിക്കുന്നത്. ഇതൊന്ന് പൊട്ടിച്ചോട്ടെ. ഓക്കെ, ഒരു വിധത്തില് എൻ്റെ സെലോ ടേപ്പ് ഞാൻ ഊരി. ഇത് എന്താ ഇത് ഗൈസ്? മിസ്റ്ററി ബോക്സ് ആണിത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇവിടെ ഒരു ബോണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തോട്ട് എത്തുമെന്നാണ് എന്റെ ബലമായ വിശ്വാസം. ഓ, ഹായ് കാർത്തിക് സൂര്യ, I am Sai, the founder of Stick and Shine, a small but passionate startup where we craft custom stickers for mobile laptops. ഓ ബിസിനസ് ആണ് ഗൈസ്, ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ആണ്. അപ്പോ ഇതെന്താ ഇത്? എടി ലബൂബു. ഇതല്ലേ ശാസ്ത്രത്തിലേക്ക് വേണ്ടത്? അതെ, ഇതല്ലേ അവൻ തപ്പിയിടുന്ന ലബൂബു ഗൈസ്. ഇത് ലബൂബു ആണോ? ഉത്തരം എന്നെ സന്തോഷിപ്പിച്ചിട്ട്. ഇത് പൊട്ടിക്കെട്ടാ ഞാൻ. അതായത് ആർക്കെങ്കിലും തగ్గടിക്കാൻ നോക്കുന്നോടി സൊല്ലേ ഗൈസ്. എന്റെ ഈ ഒരു ചാനലിൽ ലബൂബു ഓപ്പണിങ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇങ്ങനെയാണ് ലബൂബു ഇരിക്കുന്നത് കേട്ടോ. പൊട്ടിക്കെട്ടാടി. ഏത് കളറായിരിക്കും? ജസ്റ്റ് ഈ കളറായിരിക്കോ? അല്ല അല്ല, ഈ കളർ. ഇത് ഓക്കെ, ഞാൻ പറഞ്ഞു ഈ കളറായിരിക്കും. അത് രണ്ടും ആയിരിക്കൂല. അയ്യോ, ഒരു വെടല മോന്തല്ലേ. അയ്യോ അയ്യോ. അപ്പൊ താങ്ക് യു ഡിയർ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ലബൂബു. എന്നിട്ട് ഇതാണ് സ്റ്റിക്കർ പാക്ക്. ഇത് ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടാ. ഓപ്പൺ വിത്ത് എ സ്മൈൽ. താങ്ക് യു ഫോർ ഷോപ്പിംഗ്. വെൽക്കം ടു അവർ ഫാമിലി. ഓ, ജുജുത്സു കൈസ്, ഇതൊരു അനിമയാടാ. ഓ, ഒരുപാടുണ്ട് കേട്ടാ. ഈടാ അടിപൊളിയടാ ഗൈസ്. എനിക്ക് യങ് ഓൺടർപ്രന്യൂഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ കളക്ഷൻ. അപ്പൊ ഗൈസ്, സ്റ്റിക്ക് ആൻഡ് ഷൈൻ എന്നാണ് നമ്മുടെ പയ്യന്റെ സ്റ്റാർട്ടപ്പിന്റെ പേര്. ഒരു ലബൂബു ഒക്കെ അയച്ചു. ഇപ്പൊ ലബൂബു ആഗ്രഹിച്ച് കിടക്കണ പൊമ്പിളരെ കമന്റ് ചെയ്തിട്ട് ഒരുപാടുണ്ട് ഗൈസ്. ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. കുറെ ഉണ്ട് കേട്ടാ ഗൈസ്, ഒരുപാടുണ്ട് കേട്ടോ അവന്റെ സ്റ്റിക്കർ കളക്ഷൻ. ഗൈസ്, ഡെയർ ടു ഡ്രീമിന്റെ സ്റ്റിക്കറൊക്കെ ഉണ്ട് ഗൈസ്. ഇതും ഫുള്ളും ഡെയർ ടു ഡ്രീം ആണ്. അപ്പൊ ഗൈസ്, സ്റ്റിക്കേഴ്സ് വേണമെന്നുള്ളവർ സ്റ്റിക്ക് ആൻഡ് ഷൈൻ ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ് മുത്തേ. അപ്പൊ അവിടെയൊക്കെ ഞാൻ ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നതായിരിക്കും ഇനി. എന്തായാലും താങ്ക് യു ഫോർ ദ ലബൂബു മുത്തേ. ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്. ചൂടെടുത്ത് കേട്ടാ, വീർത്ത് ഇവിടെ നിന്നിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങട്ടെ. സന്ദീപേ, നിന്നെ മിസ് ചെയ്യൂടാ.
ഈ പർട്ടിക്കുലർ സാഹചര്യത്തിലടാ ആദ്യത്തെ സോളോ ട്രിപ്പ് പോകാൻ പോവല്ലേ ഫാമിലി ആയിട്ട് പോണല്ലേ അതിന് കുഴപ്പമൊന്നും പോയിട്ടോ പൊളിച്ചിട്ടോ. ഞാൻ പറഞ്ഞവരെ നീ എന്ത് ചെയ്യൂടാ? ഞാൻ മാമന് നമുക്ക് ജോലിയുണ്ട്. ജോലി ഉണ്ടല്ലേ? ആണല്ലേ ചാ? ഇത് നോക്ക ചാ, ബിപിൻ ബ്രോ തന്നത് മനോരമ പോകുമ്പോ ഇതിട്ട് ബിപിന്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം, കാണിച്ചു ഇടാ അല്ലേ? അപ്പൊ ഇതും കൂടെ ഞാൻ കൊണ്ടുപോവാ. നോക്കമ്മ, പക്ഷേ ഇതിന്റെ മഞ്ജു ചേച്ചി മൂക്കുത്തിന്നും പറഞ്ഞ് അടിച്ചോണ്ട് പോവുമെന്തോ. കൊള്ളാവോ? സൂര്യനാണ് അത്, കണ്ടാ? നല്ല ഭംഗിയുണ്ടല്ലേ? വർഷം എവിടെ ഇടും ഇത്? മൂക്കില്ലല്ലോ അവക്ക്, ഐ മീൻ മൂക്കിൽ ഓട്ട ഇല്ലല്ലോ അവക്ക്. ആ ബിപിൻ കൊടുത്തതല്ലേ അത്, അവന് കൊടുത്തത് അവൻ സ്റ്റഡായിട്ടുണ്ട്. ഇല്ല, ഒരെണ്ണം മാത്രമായിട്ട് ഇടും. കൊള്ളാം അല്ലേ അമ്മ? ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവേണം വണ്ടി ഓടിച്ച്. ഉറങ്ങാതെ പോയാൽ മതി. ആ ഉറങ്ങൂല സാർ, ഞങ്ങൾ ഇന്ന് രാവിലെ കിടന്ന് ഉറങ്ങും മൊത്തം. അതും വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം തമ്മിൽ ബന്ധമൊന്നുമല്ല, ഉറങ്ങാതെ ഓടിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അവള് ഓടിക്കുന്നുണ്ടല്ലോ. അവൾ ഓടിക്കുമ്പോ പിന്നെ രാത്രിയാണ്, എതിരെ വണ്ടി വരുന്നതാണ്, ലൈറ്റിംഗ്, അതായത് മറ്റേ ഹൈ ബീം ഇട്ടായിരിക്കും മിക്കവാറും വണ്ടികൾ വരുന്നത്. അതിനുള്ള പ്രാക്ടീസ് ഒന്നും ഇല്ല, അതുകൊണ്ട് നീ ഞാൻ ഓടിച്ചോ, ഞാൻ ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിക്കണം. ഓക്കെ, കോൺഫിഡൻസ് ഒക്കെ നല്ലതാണ്, പക്ഷെ ശ്രദ്ധിക്കണം. ഓക്കെ. പക്ഷേ നിന്റെ അടുത്ത് വണ്ടി ഓട്ടിക്കുന്നതിനെ കുറിച്ച് കുറച്ച് ഉപദേശങ്ങളടി. അച്ഛേ ചെല്ല്. അവക്ക് ഇല്ല, രാത്രി ഞാൻ ഓടിച്ചോളാം. അവക്ക് പകൽ കൊടുക്കാം. ആ ഓക്കെ. ആ ശീലമില്ല, അതുകൊണ്ടാണ്. പ്രൊഫഷനാണ്. എന്നൊക്കെ പറഞ്ഞെങ്കിലും കരയണല്ല പോട്ടോ. ലോങ് ട്രിപ്പില് ആദ്യമായിട്ടല്ലേ പോയിട്ടു. നമ്മൾ പതുക്കെ ഓടിച്ചൊരു ഇനി ഒരു 10-12 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കാണുള്ളൂ. അച്ഛാ നിന്റെ അടുത്ത് വേറെ ഒന്നുണ്ട് കാര്യം, കേരേട്ടന്മാരെയൊക്കെ മക്കളെ സൂക്ഷിച്ചു പോകണം. അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെടാനും വരും, നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കാൻ വരും, പിന്നെ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും. അങ്ങനെയുള്ള ആൾക്കാർ പുതുതായിട്ട് വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു പോകണം. ഓക്കെ, അതവള് ഏറ്റവും കേട്ടോ? സെറ്റ്. ഞാൻ ഒരു വിദ്യ പറഞ്ഞുതരാം. ഈ ഷേഖാന്റെ പകരം അയ്യോ അതൊന്നും കുഴപ്പമില്ലപ്പാ. ഇതെന്തോന്ന് ഇവിടെ ഹോസ്റ്റലിലോട്ട് വിടാൻ പോണോ നിങ്ങള്? എന്റെ കൂടെ അല്ലേ? ഹോസ്റ്റലിൽ വിടുന്നത് ഭയങ്കര രസമാണ്. രക്ഷകർത്താക്കള് കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചാണ് ബസ്സിൽ കൊണ്ട് കയറ്റുന്നത്. കയറ്റി കഴിഞ്ഞാൽ അവരായി അവരുടെ ലോകമായി. കൊണ്ടുവന്ന രക്ഷകർത്താക്കൾ എന്റെ മോള് വളരെ സെക്യൂർ ആയിട്ട് സേഫ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് ധരിക്കുന്നത്. അങ്ങനെയല്ല, കാലമൊക്കെ മാറിപ്പോയി. നമ്മളെ സൂക്ഷിക്കുക, അത്രേ പറയാനുള്ളൂ. ഞാൻ ഉണ്ടടി പോയിട്ടോ, വരണില്ലേ? ബാ ഉള്ളോട്ടോ. അയ്യോ കഴിച്ച ഓക്കെ. ഓ നമ്മള് ഡിന്നർ കഴിച്ചില്ല, കഴിച്ചിട്ട് ഇറങ്ങാം ഗൈസ്. സന്ധ്യ നീ കൂടെ കഴിക്കാം, വീട്ടിൽ നിന്ന് കഴിക്കണം. ഓക്കെ ഓക്കെ ഗൈസ്. വീട്ടിൽ നല്ല അപ്പവും ഉരുളക്കിഴങ്ങ് കറി. ആഹാ, ചീനി വലയില ചാ, ചീനി വലയില്. അല്ല അവള് സ്റ്റുഡിയോയിലോട്ട് വരട്ടെ അച്ഛാ, സ്റ്റുഡിയോയിലോട്ട് വരട്ടെ. അല്ലേ പിന്നെ ശരണ്യൊക്കെ ഉണ്ടല്ലോ അവിടെ. ഓ അവള് സേഫ് ആയിരിക്കണം. ആഹാ, പോയപ്പം ബുൾസോയി കഴിക്കട്ടെ, കഴിച്ചിട്ട് വരാം. അപ്പം വീടേ ടാറ്റ, 2 ആഴ്ച കഴിഞ്ഞ് കാണാം. മച്ചി പോയിട്ട് വരാവേ. ടാറ്റ, പോയിട്ട് വരാവേ ചേമ്മ. ഓ ഞാൻ ശ്രദ്ധിച്ചോളാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്നു സുഹൃത്തുക്കളെ. പോകാൻ തയ്യാറായി ഏഞ്ചൽ കിടക്കുന്നു സുഹൃത്തുക്കളെ. ഗൈസ് പോവാനായിട്ട് ഇറങ്ങി. അച്ഛനും അമ്മയും കൂടെ എതിർപ്പ് നിൽക്കുന്നു. ഷോ ഞങ്ങളുടെ ആദ്യത്തെ സോളോ അല്ലേടി. അയ്യോ ഫോക്കസ് അല്ല. പോവാം. ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഓഫ് ടു ഇനി എറണാകുളം. നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് കയറി ഗൈസ്. ഫുൾ ടാങ്ക് അടിക്കാനായിട്ടുള്ള പ്ലാനിലാണ്. നമ്മള് പോത്തങ്കോട് ശാന്തിഗിരി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 8:40 എത്ര നേരം എടുക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സന്ദീപ് ആണെങ്കിൽ ഒരു 4:30 മാക്സിമം പോയ 5 മണിക്കൂറിലാവുമ്പോൾ എത്തിക്കാറുണ്ട്. പക്ഷെ എനിക്ക് അത്ര സ്പീഡിൽ പോകുമെന്ന് അറിഞ്ഞൂടാ. എന്റെ ഒരു റൂട്ടിലൂടെ പോവാം. നമുക്ക് പതുക്കെ എത്തിയാ പോരാടാ. മതി. മതി 3571 രൂപയാണ് ഗൈസ് ഹോണ്ട സിറ്റിയിൽ ഫുൾ ടാങ്ക് അടിക്കണേന്. അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി 419 കിലോമീറ്റർ ഓടും. 12.6 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ആവറേജ് മൈലേജ്.
ഓക്കെ, ഇനി ഞങ്ങൾ വണ്ടി എടുക്കട്ടെ, എന്നിട്ട് എറണാകുളത്തേക്ക് പോട്ടെ. ആർക്കാ അന്വേഷണം കൊടുക്കേണ്ടത് പറഞ്ഞോ? നമ്മള് കോലിയക്കോട് കൺസ്യൂമർ സെന്ററിന്റെ പമ്പുണ്ട് വേളാവൂര് സ്ഥിതി ചെയ്യണം. അവിടുത്തെ സ്റ്റാഫുകൾക്കും മാനേജർക്കും സൂപ്പർവൈസർ എല്ലാരടുത്തും ഒരു വിഷ് ചെയ്യാൻ പറയണം. എല്ലാവർക്കും വേണ്ടിയിട്ടും ചേച്ചിയുടെ എല്ലാരടും. ഓക്കെ, ശരി, ഞാൻ ഏറ്റി. അതിന് വിഷു വന്നില്ലെങ്കിലും ഇതിലൂടെ ചേച്ചി ഒരു വിഷ് ഇവർക്കൊക്കെ കൊടുത്തേക്കണം. ഹായ്. ഓ ശരി 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 ശരി. ഓക്കെ, ഞങ്ങൾ ഇറങ്ങട്ടെ. യാത്ര ചെയ്ത് ഞങ്ങൾ ഏറ്റുമാനൂർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ചെറിയൊരു ചായ ബ്രേക്ക് എടുത്തു ഞങ്ങള്. കുറെ നാളുകൾക്ക് ശേഷം വണ്ടി ഓടിച്ചിട്ട് കൊള്ളാം കേട്ടോ, രസമുണ്ട്. ഒരു ചായ, എനിക്കൊരു ചായ കഴിയും. നമ്മള് ചായ കുടിക്കാത്തോണ്ട് ഒരു ബൂസ്റ്റ് എടുത്തോടാ. ഹോർലിക്സ്. ഞങ്ങളുടെ ടീ ബ്രേക്ക് ഓവർ ആയിരിക്കുന്നു ഗൈസ്. ബാക്ക് ടു റോഡ് ഗൈസ്. 2 മണിയായപ്പോ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ എറണാകുളത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അന്ധകാരത്തിൽ എന്റെ സഹധർമ്മിണിയുണ്ട് സുഹൃത്തുക്കളെ. നമ്മുടെ ഡ്രൈവ് മൊത്തം 5.5 മണിക്കൂർ എടുത്ത് ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. നോക്ക് ഗൈസ്, ഇവിടെ നിന്നുള്ള സീനറി എത്ര കണ്ടാലും എനിക്ക് മതി വരൂല കേട്ടാ. അങ്ങനെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് ഇനി നമ്മുടെ വണ്ടിക്കകത്തുനിന്ന് ബാഗൊക്കെ എടുത്ത് അൺപാക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങണം ഗൈസ്. ഫസ്റ്റ് കപ്പിൾ ഡ്രൈവ് ആൻഡ് ഇറ്റ് വാസ് ഓസം. അപ്പോൾ ഇനി നാളെ കാണാം ഗൈസ്. എനിക്കറിയുന്നത് ഷോർട്ട് വീഡിയോ ആണ്, പക്ഷെ ഇന്നത്തെ നമ്മുടെ ഒരു ഷോർട്ട് ട്രിപ്പായിരുന്നു. വണ്ടി ഓട്ടിക്കണത് പിന്നെ എത്രത്തോളം കാണിക്കും നമ്മൾ. രസമായിരുന്നു, കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ പോയി. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടാറ്റോഷ്. നാളെ കാണാം ഗൈസ്. ഗൈസ്, ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്ത് ബൈ അടിച്ച് പോയതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോ ഒരു കാര്യം നിങ്ങൾ കാണിച്ചു തരാതിരിക്കാൻ പറ്റും. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും കാലത്തിനിടെ ഇവിടെ താമസിക്കാൻ വന്നതിന് ശേഷം എന്റെ ബെന്നിച്ചേട്ടാ, നിങ്ങളിത് എന്തോന്ന് വെൽക്കം എന്ന് എഴുതണ്ടടി. 2 തോർത്ത്, ഒന്ന് നിനക്കും ഒന്ന് എനിക്ക് വേണത്. പിന്നെ അതിന്റെ നടുക്ക് അതെ ഇവിടത്തെ പൂക്കൾ വെച്ചിട്ട് ബെന്നിച്ചേട്ട ഒരു ഹൃദയം. അപ്പൊ താങ്ക് യു ബെന്നിച്ചേട്ടാ. ബെന്നിച്ചേട്ടനോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഇപ്പൊ വീണ്ടും വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ആന്റി ക്ലൈമാക്സ് അല്ലേ, എന്തിനു പറയാനല്ല, ടെയിൽ എന്റെ തീർന്നില്ല.